ഫ്രണ്ട്സുകൾ കൂടെ ഒരു ഈവനിങ് പാർട്ടി അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് പോകാൻ റെഡി ആകുമായിരുന്നേ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ തയ്യാറാക്കിയത് പഴം നിറച്ചത്, പിന്നെ നമുക്ക് മീൻ എന്ന് പറയുന്നത് നമ്മുടെ ജാനാണല്ലോ. അപ്പം മീനിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മീൻ കേക്ക്, മീൻ ബോക്സ്, പിന്നെ ഷേരിൻ്റെ മന്തിൻ്റെ എന്തിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ട് പോയിട്ട് കണ്ടു നോക്കിയോ കേട്ടോ. മീനുകൊണ്ട് എന്ത് തയ്യാറാക്കുകയാണെങ്കിലും അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ പാർട്ടിയോ അതേപോലെ ഫ്രണ്ട്സ് പാർട്ടിയോ ഔട്ടിങ്ങോ എന്തൊക്കെ പ്ലാൻ ആക്കുകയാണെങ്കിൽ ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്യൂ. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് നേരെ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. ഇക്കാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് തരുന്നത്. നമ്മുടെ അടുത്തുള്ളൊരു പാർക്കിലോട്ടേക്കാണ്, സിഫിയ പാർക്കിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് നമ്മളവിടെ എത്തി. കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഓരോ മക്കളും ഒക്കെ എത്തി. പിന്നെ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ മൂന്നാളും 3 സ്ഥലത്തുള്ള ആൾക്കാരായതുകൊണ്ട് 3നും 3 ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഒരാൾ തൃശ്ശൂരാണെങ്കിലും അവർ റൗത്തർമാരാണ്. പാലക്കാടൻ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണി ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ വയനാടാണ്, അവളും അവരെ നാട്ടിലത്തെ കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഹരനാണ് കേട്ടോ. ഞാനുണ്ടാക്കിയതിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം വേറൊരാളെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെന്നാണ് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുന്നു. വേറൊരാളെ കൈകൊണ്ട് വെച്ചതിനൊരു പ്രത്യേക ഹരാണല്ലോ. അപ്പോഴതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും രസം തോന്നിയത് അവിടെ സിപ്പപ്പ് ഉണ്ടായിരുന്നേ. സിപ്പപ്പ് എല്ലാം വാങ്ങി കഴിച്ചു. കുട്ടിക്കാലത്ത് അയവ് കംപ്ലീറ്റ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ വന്ന് പിക്ക് ചെയ്തു. നമ്മൾ ഓരോരുത്തർ അവിടെ കൊണ്ടിറക്കി. എന്നല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സെല്ലാം തിരിച്ച് നമ്മൾ വീട്ടിലോട്ടേക്ക് വന്നു. നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.